നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ, ABC സ്ക്വയർ, NH പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചക്ക വിഭവങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന വൈവിധ്യവുമായി ഏഴിലോട് ചക്ക മഹോത്സവം ആരംഭിച്ചു. കൃഷിമന്ത്രി KP മോഹനൻ മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. നാടൻ വിഭവങ്ങളുടെ നന്മയും ഗുണവും മലയാളികൾ ഇപ്പോൾ ഗൌരവപൂർവ്വം തിരിച്ചറിഞ്ഞുവെന്ന് മന്ത്രി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിച്ച് കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ തടയണയുടെയും പാലത്തിന്റെയും നിർമ്മാണ പുരോഗതി ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് വിലയിരുത്തി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പശ്ചാത്തലത്തിൽ താവം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സാ സൗകര്യം നിർത്തലാക്കി. നൂറുകണക്കിന് സാധാരണക്കാർ ഇതോടെ കടുത്ത ദുരിതത്തിൽ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാങ്കോൽ ഈസ്റ്റ് കൺവെൻഷൻ വലിയചാൽ LP സ്കൂളിൽ നടന്നു. കോൽക്കളിയെ ആത്മാവിന്റെ താളവും തപസ്യയുമാക്കിയ പ്രഭാകരൻ ഗുരുക്കൾ വീണ്ടും കളിയരങ്ങിൽ സജീവമാകുന്നു. ആരോഗ്യമുള്ള ജീവിതത്തിന് ആരോഗ്യമുള്ള മണ്ണ് എന്ന തിരിച്ചറിവുമായി ലോകം അന്താരാഷ്ട്ര മണ്ണ് വർഷാചരണത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. സ്പേസ് ഏഴിലോടിന്റെ ആഭിമുഖ്യത്തിൽ ഏഴിലോട്ട് ചക്ക മഹോത്സവം സംഘടിപ്പിച്ചു. കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാടൻ വിഭവങ്ങളുടെ നന്മയും ഗുണവും മലയാളികൾ ഇപ്പോൾ ഗൌരവപൂർവ്വം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണെന്ന് മന്ത്രി. മറ്റുള്ള ആളുകളിൽ ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാക്കി, ഇതിനെക്കൊണ്ട് എന്തൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്ന്. ഏകദേശം 62ഓളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ MLA സൂചിപ്പിച്ചതുപോലെ ചക്ക മഹോത്സവം ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വളരെ ഗംഭീരമായിട്ട് നടത്തിയപ്പോൾ കാണാൻ സാധിച്ചു. ചക്ക ഉപ്പേരി അടക്കം, ചക്ക പൗഡർ അടക്കമുള്ള, ചക്ക പായസം അടക്കം ഉള്ള, ചക്ക ഹലുവ അടക്കമുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ. മലയാളികൾ പരമ്പരാഗത ഭക്ഷണ രീതിയിലേക്ക് മടങ്ങണം. എന്നാൽ മാത്രമേ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കൂ. ഇന്ന് നാം നേരിടുന്ന പല രോഗങ്ങൾക്കും പ്രതിവിധി പരമ്പരാഗത രീതിയിലുള്ള നല്ല ആഹാരവും ഭക്ഷണ ക്രമീകരണവുമാണ്. അത് നാം തിരിച്ചറിയണമെന്ന് മാത്രം ചക്ക മഹോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി KP മോഹനൻ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ TV രാജേഷ് MLA അധ്യക്ഷനായി. ചടങ്ങിന്റെ ഭാഗമായി സംഘാടകർ തയ്യാറാക്കിയ ചക്കയുടെ മഹത്വത്തെക്കുറിച്ചുള്ള പുസ്തകത്തിന്റെ പ്രകാശനം മുഖ്യാതിഥി ശ്രീപാദ്രയ്ക്ക് നൽകി മന്ത്രി നിർവഹിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ചക്കപ്പഴം ആഗോള ചിത്രവും മൂല്യവർദ്ധനവിനുള്ള സാധ്യതയും എന്ന വിഷയത്തിൽ ശ്രീപാദ്രെ മുഖ്യപ്രഭാഷണം നടത്തി. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം M കുഞ്ഞിരാമൻ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ചന്ദ്രിക, ഡോക്ടർ രതീഷ് നാരായണൻ, S സതീഷ് കുമാർ, PP ദാമോദരൻ, VN നരിപുരം, KV ബാബു, MK ഹസൻ കുഞ്ഞി, P മനോഹരൻ, പത്മിനി ശിവദാസ്, GB വത്സൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജനറൽ കൺവീനർ K ഹരിദാസ് സ്വാഗതവും T പത്മനാഭൻ നന്ദിയും പറഞ്ഞു. വിസ്മയിപ്പിക്കുന്ന വിഭവ വൈവിധ്യങ്ങളൊരുക്കി ചക്ക മഹോത്സവം ഭക്ഷണപ്രിയരുടെയും കാഴ്ചക്കാരുടെയും ശ്രദ്ധ നേടുകയാണ്. കേട്ടുകേൾവി പോലുമില്ലാത്ത വ്യത്യസ്തതരം വിഭവങ്ങളാണ് ചക്ക മഹോത്സവത്തിൽ ഒരുക്കിയിട്ടുള്ളത്. മലയാളിയുടെ ആഹാര രീതിയിലുള്ള മാറ്റവും പാശ്ചാത്യ ഭക്ഷണക്രമങ്ങളോടുള്ള അഭിമുഖ്യവും കൊണ്ടും ഔഷധഗുണം കൊണ്ടും പോഷകമൂല്യം കൊണ്ടും സമ്പുഷ്ടമായ ചക്ക വിഭവങ്ങൾ നമ്മുടെ തീന്മേശയിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചക്കയുടെ ഗുണവും പ്രാധാന്യവും യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ആശയവുമായി സ്പേസ് ഏഴിലോടിന്റെ ആഭിമുഖ്യത്തിൽ ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത്. വയറിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയായി ചക്ക പറയപ്പെടുമ്പോൾ ചക്ക വിഭവങ്ങളുടെ വൈവിധ്യവുമായാണ് പരിപാടി ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത്. ചക്കപ്പപ്പടം, ചക്ക വരട്ടിയത്, മുറുക്ക്, മിഠായി, കൊണ്ടാട്ടം, മിക്സ്ചർ, പൗഡർ, സ്ക്വാഷ്, ഉണ്ണിയപ്പം, പായസം തുടങ്ങി നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ നിരവധി വിഭവങ്ങൾ പ്രദർശനത്തെ ശ്രദ്ധേയമാക്കുന്നു. സ്റ്റാളുകളിൽ ഉപഭോക്താക്കൾക്ക് വ്യക്തമായ വിശദീകരണവും സംഘാടകർ നൽകി വരുന്നുണ്ട്. ഒപ്പം ചക്ക മഹോത്സവത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ കൈപ്പുസ്തകത്തിൽ വിഭവങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുമുണ്ട്. വിഭവങ്ങളെ കൂടാതെ വൈവിധ്യങ്ങളായ പ്ലാവിൻ തൈകളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ശ്രാവണവരിക്ക, ഉത്തരവരിക്ക, മലയൻ വരിക്ക, കല്ലേലി, ഗാൾഡ് പാർസ്, ചെമ്പരത്തി വരിക്ക തുടങ്ങി നിരവധി പ്ലാവിൻ തൈകളുടെ പ്രദർശനവും വിപണനവും ഒരുക്കിയിട്ടുണ്ട്. 150 രൂപ മുതലാണ് പ്ലാവിൻ തൈകൾക്ക് ഈടാക്കുന്നത്.
ചക്ക തന്നെ അപരിചിതമാകുന്ന കാലത്ത് ഉൽപ്പന്നങ്ങൾക്കായി സംഘടിപ്പിച്ച മേള ജനശ്രദ്ധയെ ആകർഷിക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിച്ച് കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ 102 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പുതിയ തടയണയുടെയും പാലത്തിന്റെയും നിർമ്മാണം പുരോഗതി സ്ഥലം സന്ദർശിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് വിലയിരുത്തി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിച്ച് കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന് 2 വാഹനങ്ങൾ കടന്നുപോകാനുള്ള വീതിയില്ലെന്നും വീതി കൂട്ടിത്തരണമെന്നും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ആദ്യ എസ്റ്റിമേറ്റ് പ്രകാരം 8.8 കോടി രൂപ വിലയിരുത്തിയ പാലത്തിന് 4.27 മീറ്റർ വീതിയാണുള്ളത്. നബാർഡിന്റെ പദ്ധതിയായതിനാൽ എസ്റ്റിമേറ്റിലും പ്ലാനിലും മാറ്റം വരുത്തുന്നതിന് പ്രയാസമുണ്ടെന്ന് മന്ത്രി സൂചിപ്പിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ചെറുപുഴ ടൗണിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് സാധിക്കും. കടുമേനി, കമ്പല്ലൂർ, ആയന്നൂർ, തവളക്കുണ്ട്, അരിയിരുത്തി, അരിമ്പ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്നതാണ് ഈ പാലം. താവം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇവിടെ കിടത്തി ചികിത്സ നിലച്ചു. ഇതോടെ ഇവിടെ ചികിത്സ തേടിയെത്തുന്ന നൂറുകണക്കിന് സാധാരണക്കാർ ദുരിതത്തിലാഴുകയാണ്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ താവം ഗവൺമെന്റ് ആശുപത്രിയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായി. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ്. വെള്ളക്ഷാമം രൂക്ഷമായതോടെ ആശുപത്രിയിലെ കിടത്തി ചികിത്സയും പൂർണ്ണമായും നിലച്ചു. 2 ഡോക്ടർമാരുൾപ്പെടെ ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിന്റെ പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ചാണ് ഇത്രയും നാൾ പ്രവർത്തിച്ചിരുന്നത്. ആശുപത്രിയിൽ 2 മഴവെള്ള സംഭരണികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് ഉപയോഗശൂന്യമാണ്. നിർമ്മാണത്തിലെ അപാകതയാണ് മഴവെള്ള സംഭരണി ഉപയോഗശൂന്യമാകാൻ കാരണമായത്. വെള്ളക്ഷാമത്താൽ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായും നിസ്സംഗതയാണ് ഉണ്ടാകുന്നത്. ചെറുകുന്ന്, കണ്ണപുരം, മാട്ടൂൽ പഞ്ചായത്തുകളിൽ നിന്നായി നിരവധി രോഗികളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. ആവശ്യത്തിന് മരുന്നും ഡോക്ടർമാരുടെ സേവനവും ലഭ്യമായിട്ടും വെള്ളം എത്തിക്കാത്ത അധികൃതരുടെ നടപടി പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. താവം ഗവൺമെന്റ് ആശുപത്രിയിൽ സ്ഥിരമായി വെള്ളം ലഭിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം. ആരോഗ്യകരമായ ജീവിതത്തിന് ആരോഗ്യമുള്ള മണ്ണ് എന്ന തിരിച്ചറിവിലാണ് ലോകം അന്താരാഷ്ട്ര മണ്ണ് വർഷം ആചരിക്കുന്നത്. മണ്ണിനോടുള്ള സമീപനത്തിൽ കാതലായ മാറ്റത്തിന് ഇനിയും തയ്യാറാകാത്ത പക്ഷം മനുഷ്യൻ സ്വന്തം നിലനിൽപ്പ് തന്നെയാണ് പ്രതിസന്ധിയിലാക്കുന്നത്. ജീവന്റെ നിലനിൽപ്പിന്റെ തന്നെ ആധാരമായ മണ്ണ് ഇന്ന് മനുഷ്യന്റെ ലാഭക്കൊതിയുടെ പ്രധാന ഇരയായി തീർന്നിരിക്കുകയാണ്. ജലത്തെക്കുറിച്ച് ഏറെ വ്യാകുലപ്പെടുന്ന നമ്മൾ മണ്ണിനെ മറക്കുകയാണ്. മണ്ണ് ഇന്ന് ഏറെ മലിനമായിക്കൊണ്ടിരിക്കുന്നു. രാസവള പ്രയോഗങ്ങൾ അതിന്റെ ജൈവസിദ്ധിയെ തന്നെ നഷ്ടമാക്കി. അങ്ങനെയുണ്ടായ ഉൽപാദന വർധനവ് താൽക്കാലികം മാത്രമായിരുന്നുവെന്ന് വൈകിയാണ് നാം തിരിച്ചറിഞ്ഞത്. കാർഷിക സംസ്കൃതി പതിയെ പതിയെ മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകരം അവിടെ ഭൂമാഫിയകൾ സ്ഥാനം പിടിച്ചു. കുന്നുകളരിഞ്ഞ് കച്ചവടച്ചരക്കാക്കി. എവിടെ നോക്കിയാലും മുറിപ്പാടുകളുമായി നിൽക്കുന്ന കുന്നുകളെ മാത്രമേ കാണാനാവുകയുള്ളൂ. കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ പ്ലാസ്റ്റിക്കുകളും മറ്റും കൊണ്ടിട്ട് ഭൂമിയിലേക്ക് വിഷം അരിച്ചിറക്കി. വീടുകളുടെ മുറ്റങ്ങൾ ടൈലുകൾ പാകി മണ്ണ് പുരളാത്ത ഒരു തലമുറയെ നാം വളർത്തിയെടുത്തു. അവസാനം മടങ്ങുന്നത് മണ്ണിലേക്കാണെന്ന് ഓർക്കാതെ. മണ്ണ് വെറും വിൽപ്പനച്ചരക്കല്ലെന്നും അതില്ലാതെ നാം ഇല്ലെന്നും ഓർക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കോൽക്കളിയെ ആത്മാവിന്റെ താളവും തപസ്യയുമാക്കിയ പ്രഭാകരൻ ഗുരുക്കൾ വീണ്ടും കളിയരങ്ങിൽ സജീവമാകുന്നു. കോൽക്കളിയിലെ ആൺകോയ്മയെ തകർത്ത് 40ഓളം വനിതകളെ അരങ്ങേറ്റിയാണ് ഈ അനുഗ്രഹീത കലാചാര്യന്റെ 2ാം വരവ്. കോൽക്കളിയാണ് പ്രഭാകരൻ ഗുരുക്കൾക്ക് ആത്മാവിന്റെ മുദ്രയും കൊടിക്കൂറയും. പയ്യന്നൂർ മഹാദേവദേശായി വായനശാല വനിതാ സംഘത്തിലെ 40ഓളം കലാകാരികളെ കോൽക്കളി അരങ്ങിലെത്തിച്ചതിലൂടെ 2.5 പതിറ്റാണ്ടിന് ശേഷം കോൽക്കളി പരിശീലന രംഗത്തേക്കുള്ള തിരിച്ചുവരവിന്റെ വിളംബര പ്രഖ്യാപനം കൂടിയാണ് പ്രഭാകരൻ ഗുരുക്കൾ നടത്തിയത്. അനശ്വര കലാകാരനായ കല്ലിടിൽ കോമൻ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച് 1976 അരങ്ങേറിയതു മുതൽ ഇദ്ദേഹത്തിന്റെ ജീവശ്വാസമായി കോൽക്കളി എന്ന കലാരൂപമുണ്ട്. പയ്യന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സംഘങ്ങളെ അരങ്ങിലെത്തിച്ച് നിറയൗവനത്തിൽ തന്നെ
കോൽക്കളി ഗുരുക്കൾ എന്ന പദവി നേടിയെടുത്തിരുന്നു ഇദ്ദേഹം. പയ്യന്നൂർ കോൽക്കളി സംഗീത ചരിത്രത്തിൽ പകരം വെക്കാനില്ലാത്ത ശബ്ദ സാന്നിധ്യമായ PG പൊതുവാളുടെ ശ്രുതിമധുരവും ഭാവപൂർണവുമായ ഗാനങ്ങൾ നിലച്ചുപോവുകയും പിന്നീട് വന്നവർ സംതൃപ്തി നൽകാതിരിക്കുകയും ചെയ്തപ്പോൾ കോൽക്കളി ദൃശ്യകല മാത്രമല്ല ഒരു ശ്രാവ്യകല കൂടിയാണ് എന്ന് വിശ്വസിക്കുന്ന പ്രഭാകരൻ ഗുരുക്കൾക്ക് രംഗത്തു നിന്ന് മാറി നിൽക്കലല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു. ചിത്രകാരനായും നാടക ചമയക്കാരനായും രാഷ്ട്രീയ ചുവരെഴുത്തുകാരനായുമൊക്കെ പലവിധ വേഷങ്ങൾ സഫലമായി പകർന്നാടാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യന്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കറുപ്പും വെളുപ്പും നിറത്തിൽ പ്രഭാകരൻ വരച്ച പോർട്രേറ്റുകൾ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യമായി ഇന്നും പല വീട്ടുചുമരുകളിലുമുണ്ട്. കണ്ണൂർ നടനകലാക്ഷേത്രം നൃത്തനാടകരംഗത്ത് എതിരാളികളില്ലാത്ത തേരോട്ടം നടത്തുന്ന കാലത്ത് പിന്നണിയിൽ ചമയക്കാരനായി ഉണ്ടായിരുന്നു പ്രഭാകരൻ. കടന്നപ്പള്ളി രാമചന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ ജനകീയ നേതാവ് EK നായനാരോട് ഏറ്റുമുട്ടിയ കാസർഗോഡ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നാട്ടുചുവരുകളിലെല്ലാം പശുവും കിടാവും ചിഹ്നം വരച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കൂടെയായിരുന്നു ഇദ്ദേഹം. ബാല്യകൗമാരകാലത്തെ സമൃദ്ധമായ ദാരിദ്ര്യത്തിന്റെ ഓളങ്ങളായിരിക്കാം പലവിധ പടവുകളിലേക്ക് ഈ കലാകാരനെ മാറി മാറി ചെന്നടുപ്പിച്ചത്. യേശുദാസിന്റെ തരങ്കിണിയുടെ ഈ പ്രദേശത്തെ ഏജൻസി ഉടമയായും പെരുങ്കളിയാട്ടങ്ങൾ ഉൾപ്പെടെയുള്ളവ ദൃശ്യരേഖയാക്കുന്ന പ്രൊഫഷണൽ വീഡിയോഗ്രാഫറായുമൊക്കെ പകർന്നാടുന്നതിനിടയിൽ തന്നെയാണ് നെറ്റ്വർക്ക് ചാനൽ തൃക്കരിപ്പൂർ ബ്യൂറോ പ്രതിനിധിയായി പ്രഭാകരൻ നിയമിതനാകുന്നത്. ഈ മേഖലയിൽ കുറച്ചു കാലം വിട്ടുനിൽക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ മഹാദേവ ദേശായി സ്മാരക വായനശാലയുടെ സംഘാടകർ എന്നെ സമീപിക്കുകയും വനിതകളുടെ ഒരു പുതുമയുള്ള ഒരു ടീമിനെ വാർത്തെടുക്കണമെന്ന് പറഞ്ഞ് വനിതകളുടെ 34 വനിതകൾ വളരെ ഭംഗിയായി എല്ലാ ദിവസവും 2.5 മാസത്തോളം തുടർച്ചയായുള്ള തീവ്ര പരിശീലനത്തിനൊടുവിലാണ് ഇപ്പോൾ വനിതാ കോൽക്കളി സംഘത്തെ അഭ്യസിപ്പിക്കുവാൻ അവസരം ലഭിച്ചത്. ഏതായാലും തിരക്ക് പിടിച്ച മാധ്യമ പ്രവർത്തനത്തിന്റെ ഇടവേളകളിൽ നിന്ന് ഓർമ്മകളുടെ ഓളങ്ങൾ പ്രഭാകരനെ വീണ്ടും കോൽക്കളി വിളക്കിന്റെ നിറവെളിച്ചത്തിൽ എത്തിച്ചിരിക്കുന്നു. 1980-ൽ പയ്യന്നൂരിൽ ആദ്യമായി പെൺകുട്ടികളുടെ ഒരു കോൽക്കളി സംഘമുണ്ടാക്കിക്കൊണ്ട് ഈ രംഗത്തെ ആൺകുത്തക തകർത്ത പ്രഭാകരൻ ഗുരുക്കൾ വീണ്ടും ഒരു വനിതാ സംഘത്തെ കളിയരങ്ങിലെത്തിച്ചാണ് മടങ്ങി വരവറിയിക്കുന്നതെന്നത് ചരിത്രത്തിന്റെ കാവ്യനീതിയായിരിക്കാം. ഹക്കീം വധക്കേസ് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അന്വേഷണം CBI ഏറ്റെടുക്കുക എന്ന ആവശ്യവുമായി മെയ് 15 മുതൽ പയ്യന്നൂരിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നു. മുന്നോടിയായി മെയ് 9, 10, 11 തീയതികളിൽ പയ്യന്നൂർ മുനിസിപ്പൽ പരിധിക്കകത്ത് കാൽനട പ്രചരണ ജാഥ നടക്കും. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാങ്കോൽ ഈസ്റ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഹിളാ കൺവെൻഷൻ വലിയചാൽ LP സ്കൂളിൽ നടന്നു. കൺവെൻഷൻ AIDWA ജില്ലാ കമ്മിറ്റി മെമ്പർ PP ശകുന്തള ഉദ്ഘാടനം ചെയ്തു. അതുപോലെ യുവജന സംഘടനകളിലുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഘടനകളിൽ മെമ്പർമാരായിട്ടുള്ള സ്ത്രീകളാണ് മഹിളാ അസോസിയേഷനിലും പ്രവർത്തകരായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം സംഘടനകൾക്ക് വരുന്ന ഫണ്ടിലും കൂടി നല്ല പങ്കാളിത്തം ഉണ്ടാവും. വർഗ ബഹുജന സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ട് വനിതകൾ സ്വന്തം അസ്തിത്വം അടയാളപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ PP ശകുന്തള അഭിപ്രായപ്പെട്ടു. P ഉഷ അധ്യക്ഷയായി, K സരസ്വതി, K പത്മിനി, PV ഗൗരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CITU തൃക്കരിപ്പൂർ പഞ്ചായത്ത് കൺവെൻഷൻ AB മാസ്റ്റർ മന്ദിരത്തിൽ നടന്നു. KSDA ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നിയമത്തിൽ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന ഒരു വാഹനമേ ഇല്ല. 12 സീറ്റുള്ള വാഹനത്തിന് 125 കിലോമീറ്റർ വരെ, 6 സീറ്റുള്ള വാഹനത്തിന് 125 കിലോമീറ്റർ വരെ, അതിനു മുകളിൽ 12 സീറ്റുള്ള വാഹനത്തിന് അതിൽ കൂടുതൽ ദൂരം ടിക്കറ്റ് നിരക്ക് വെച്ച് ഓടിക്കാമെന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിയമ ഭേദഗതിക്കെതിരെയും തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾക്കെതിരെയും നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. PV ദാമോദരൻ അധ്യക്ഷനായി, KV ജനാർദ്ദനൻ, PR റഹ്മാൻ, MV സുകുമാരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വാടിക്കൽ ജെട്ടി മുതൽ മാട്ടൂൽ നോർത്ത് ബോട്ട് ജെട്ടി വരെയുള്ള പുഴയോര ഭിത്തി നിർമ്മാണം പൂർത്തിയായി. റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും അനുവദിച്ച 64 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കിയത്.
വർഷങ്ങളായി അപകടഭീതിയിൽ കഴിയുന്ന മാട്ടൂൽ മാടായി പഞ്ചായത്ത് നിവാസികൾക്ക് സുരക്ഷയുടെ പ്രതീക്ഷയുയർത്തി പുഴയോര ഭിത്തി നിർമ്മാണം പൂർത്തിയായി. ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലാണ് പ്രവൃത്തി നടത്തിയത്. മാടായി ഗ്രാമപഞ്ചായത്തിലെ വാടിക്കൽ ബോട്ട് ജെട്ടി മുതൽ മാട്ടൂൽ പഞ്ചായത്തിലെ മാട്ടൂൽ നോർത്ത് ബോട്ട് ജെട്ടി വരെ 985 മീറ്റർ നീളത്തിലാണ് സുരക്ഷാ ഭിത്തി നിർമ്മിച്ചത്. കരിങ്കല്ല് ഉപയോഗിച്ച് പുഴയ്ക്ക് സമാനമായി കല്ലുകെട്ടി ഉയർത്തിയാണ് ഭിത്തി നിർമ്മിച്ചത്. കരഭാഗത്ത് 1 മീറ്ററോളം ഉയരമുണ്ട്. അതിനാൽ വാഹനയാത്രക്കാർക്കും ഇത് ഏറെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. രൂക്ഷമായ മണ്ണൊലിപ്പ് തടയുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കാനും പുതിയ ഭിത്തി ഏറെ ഗുണകരമാകും. മാടായി മാട്ടൂൽ പഞ്ചായത്തിലെ പുഴയോര നിവാസികളുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് ഇതോടെ പൂവണിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ തള്ളിക്കയറ്റത്തിൽ നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമുള്ള തയ്യൽ തൊഴിലാളികൾ തൊഴിൽ രാഹിത്യത്തിന്റെ ദുരിതക്കയത്തിൽ. പലരും പ്രതിസന്ധി നിമിത്തം തയ്യൽ മേഖലയെ തന്നെ കൈയൊഴിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. റെഡിമെയ്ഡ് വസ്ത്രത്തിന്റെ തള്ളിക്കയറ്റത്തിൽ തയ്യൽ തൊഴിലാളികളുടെ ജീവിതം പ്രയാസകരമാവുന്നു. അതിജീവനം സാധ്യമാകുമോ എന്ന ആശങ്കയിലാണ് തുന്നൽ തൊഴിലാളികൾ. തുണിക്കടകളിൽ നിന്ന് നീളൻ തുണി ആവശ്യത്തിന് മുറിച്ചുവാങ്ങി അളവെടുത്ത് കുപ്പായം തുന്നിക്കുന്ന കാലം ഏതാണ്ട് പോയി മറഞ്ഞു. ശരീരത്തിന്റെ ഉയരമോ വണ്ണമോ എങ്ങനെയായാലും ഒത്ത കുപ്പായം കടകളിൽ റെഡിയാണ്. ചുരിദാറായാലും ഷർട്ടായാലും പാൻസായാലും ബ്ലൗസ് പോലും ഇപ്പോൾ തയ്ക്കേണ്ടി വരുന്നില്ല. അത്രക്ക് സജീവവും സുലഭവുമാണ് റെഡിമെയ്ഡ് വസ്ത്രവിപണി. അവിടെ തുണിയുടെ മീതെ ഒട്ടിച്ചു വെച്ച വില കൊടുത്താൽ മാത്രം മതി. കുപ്പായം പൊതിഞ്ഞ് കയ്യിൽ വെച്ച് തരും. എന്നാൽ ഒന്ന് ആലോചിക്കുക, ഇവിടെ ഒരു വിഭാഗം പരാജയപ്പെടുന്നുണ്ട്. മറ്റാരുമല്ല, തുന്നൽ തൊഴിലാളികൾ. പണ്ട് നെയ്ത്ത് കമ്പനിയിൽ നിന്നും തുണി വാങ്ങി തയ്യൽ തൊഴിലാളികൾക്ക് കൊടുത്ത് തുന്നിക്കുമായിരുന്നു പോയ തലമുറ. പക്ഷേ ഇന്ന് ആ ശീലം ക്രമേണ കുറഞ്ഞു വന്നു. ഇപ്പോൾ അധികമാരും തുണി തുന്നിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ തയ്യൽ തൊഴിലാളികൾ കൂട്ടത്തോടെ കൈയൊഴുകയാണ്. മുൻകാലങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ചേക്കേറിയിരുന്ന തൊഴിൽ മേഖലയാണിത്. എന്നാൽ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ കടന്നു വരുന്നുമില്ല. അവശേഷിച്ച സ്ത്രീ തൊഴിലാളികളാണ് ഈ രംഗത്ത് ഇപ്പോൾ കൂടുതലായുള്ളത്. മാക്സിയും ചുരിദാറും തുന്നിയിരുന്ന കൈകൾ ഇന്ന് ഷർട്ടും പാൻറ്റും തയ്ക്കേണ്ടി വരുന്നു. വലിയ ക്ഷമയോടെ ചെയ്യേണ്ട തുന്നപ്പണിക്ക് മതിയായ കൂലി ഉണ്ടെങ്കിലും റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ തള്ളിക്കയറ്റത്തിൽ ഈ തൊഴിൽ മേഖല പകച്ചു നിൽക്കുകയാണ്. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ 86 മുതൽ ഉണ്ടെങ്കിലും ഇത് ഫലപ്രദമാകുന്നില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നത് 200-300 രൂപയാണ് ഒരു നല്ല ടൈലർക്ക് ഒരു ദിവസം കിട്ടുന്ന കൂലി. അപ്പോൾ ഈ 5 വർഷം വരെ 1 രൂപയില്ലാണ്ട് പഠിക്കാൻ തയ്യാറായി ആരും തന്നെ ഈ മേഖലയിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ദയനീയ അവസ്ഥയുണ്ട്. ഇപ്പോൾ ഇത് വളരെയധികം ഒരു ജീവിക്കാൻ വേണ്ടി പാടുപെടുന്നില്ല അവസ്ഥയാണ്. ഈ മേഖലയിൽ തന്നെ ഉണ്ടായ ഒരു കടയിൽ തന്നെ 10-15 തൊഴിലാളികൾ ഉണ്ടായ ഇന്നിപ്പോൾ ഒരു തൊഴിലാളി 2 തൊഴിലാളി. ആ തൊഴിലാളിക്ക് തന്നെ തയ്ക്കാൻ വേണ്ടി ഷർട്ടോ പാൻറ്റോ യാതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഉള്ളത്. റെഡിമെയ്ഡ് രംഗത്തെ നിലവാരം കുറഞ്ഞ തുണിയും വിലക്കയറ്റവും മറ്റും തിരിച്ചറിഞ്ഞവരും ഇവ വാങ്ങാത്തവരും മാത്രമാണ് ഇപ്പോൾ തയ്യൽ തൊഴിലാളികളെ ആശ്രയിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളൂർ യൂണിറ്റിനായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ പോസ്റ്റ് ഓഫീസിന് സമീപത്തായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MB സുകുമാരൻ അധ്യക്ഷനായിരുന്നു. സാമ്പത്തിക പ്രയാസങ്ങളും മറ്റും കാരണമാവാം കുറച്ച് മന്ദഗതിയിലാണ് നടന്നത്. അപ്പോഴും അത് ഉദ്ഘാടനം ചെയ്ത് സംഘടനയുടെ പ്രവർത്തനത്തിന് സഹായകമാകും വിധത്തിൽ അത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കണം. പൂർത്തിയാക്കാത്തത് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ, MP തിലകൻ, TC നന്ദകുമാർ, ബാബുരാജ്, EK നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു. വിവിധ വിഷയങ്ങളെ അധികരിച്ച് ഡോക്ടർ ലിസി മാത്യു, ഡോക്ടർ റിഷാന എന്നിവർ ക്ലാസ് എടുത്തു. പയ്യന്നൂർ നഗരത്തിൽ അരനൂറ്റാണ്ടിലേറെ കാലമായി ഗതാഗതത്തിന് തടസ്സമായി നിന്ന ട്രാൻസ്ഫോമർ ഒടുവിൽ നഗരസഭ ഇടപെട്ട് മാറ്റി സ്ഥാപിച്ചു. 1957-ലെ EMS മന്ത്രിസഭയുടെ കാലത്താണ് ടൗണിൽ ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫോമറിന്റെ തറയുൾപ്പെടെ നീക്കം ചെയ്തു. മഹാദേവഗ്രാമം, അന്നൂർ തുടങ്ങി പയ്യന്നൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം നടത്തുന്നത് ഈ ട്രാൻസ്ഫോമർ വഴിയാണ്. ടൗണിന്റെ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന നഗരസഭ മുൻകൈയെടുത്ത് 3,05,000 രൂപ ഇലക്ട്രിസിറ്റി ബോർഡിൽ അടച്ചാണ് ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിച്ചത്. ഇതുമൂലം ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ടുണ്ട്. സെൻട്രൽ ബസാറിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിച്ചതോടെ ടൗണിലെ ഗതാഗതക്കുരുക്ക് കുറഞ്ഞിരുന്നു. ബസാറിലെ ഈ ട്രാൻസ്ഫോമർ കൂടി മാറ്റി സ്ഥാപിച്ചതോടെ ഗതാഗത തടസ്സത്തിന് ചെറിയ തോതിലെങ്കിലും പരിഹാരമായിട്ടുണ്ട്. പഴയങ്ങാടി സുൽത്താൻ തോട് നവീകരണ പ്രവൃത്തി ആരംഭിച്ചു.
മാടായി പഞ്ചായത്തിലെ സുൽത്താൻ തോട് ദേശീയ ജലപാത ആയതിനെ തുടർന്നാണ് ഇതുവഴി വീണ്ടും ബോട്ട് സർവീസ് ആരംഭിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്. ഇതിന്റെ ഭാഗമായി സുൽത്താൻ തോടിന്റെ വാടിക്കൽ പുതിച്ചിറ ഭാഗങ്ങളിലാണ് തോടിന്റെ ആഴംകൂട്ടൽ പ്രവൃത്തി നടക്കുന്നത്. ഫ്ലോട്ടിംഗ് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് 1.7 മീറ്റർ ആഴം അധികം രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പുതുക്കി പണിത സുൽത്താൻ തോട് പാലത്തിന്റെ അരികിലായുള്ള പഴയ പാലത്തിന്റെ അവശിഷ്ടങ്ങളും മാറ്റുന്നുണ്ട്. കേന്ദ്ര ഫണ്ടിന്റെ സഹായത്തോടെ ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ് നവീകരണ പ്രവൃത്തി നടത്തുന്നത്. സുൽത്താൻ തോട് കനാലിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള ദേശീയ ജലഗതാഗതത്തിന് സൗകര്യമൊരുങ്ങും. 2 ആഴ്ച കൊണ്ട് തോടിന്റെ ആഴംകൂട്ടൽ പ്രവൃത്തി പൂർത്തിയാകും. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുപുഴ പഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും പെരിങ്ങോം CRPF ക്യാമ്പിന്റെയും ആഭിമുഖ്യത്തിൽ പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി ചെറുപുഴ ടൗൺ ശുചീകരിച്ചു. ചെറുപുഴ മേലെ ബസാറിലും ബസ് സ്റ്റാൻഡിലും പരിസരത്തുമുള്ള മാലിന്യങ്ങൾ അത്രയും ഇവർ നീക്കം ചെയ്ത് സംസ്കരിച്ചു. വേനൽ മഴ സാധാരണയിലും നേരത്തെ ആരംഭിച്ചതിനെ തുടർന്ന് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് നിയന്ത്രിക്കുന്നതിനാണ് ഈ ശുചീകരണം. പെരിങ്ങോം CRPF ക്യാമ്പിലെ ട്രെയിനികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് അധികൃതർ, ഓട്ടോ തൊഴിലാളികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ ശുചീകരണത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ്, സന്നദ്ധ സംഘടനാ നേതാക്കൾ, CRPF ക്യാമ്പിലെ ഓഫീസർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കരിവള്ളൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ മെയ് 10 ഞായറാഴ്ച ഗ്രാൻഡ് മാസ്റ്റർ നോളജ് വില്ല ആൻഡ് എഡ്യൂക്കേഷണൽ എക്സ്പോ 2015 കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. റോട്ടറി ക്ലബ്ബ് കഴിഞ്ഞ 2 വർഷമായി നടത്തിവരുന്ന സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള അടിസ്ഥാന പരിശീലനത്തിന്റെ ഭാഗമായി 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അശ്വമേധം ഫെയിം ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്, മീഡിയ പ്രവർത്തകൻ രാഹുൽ ഈശ്വർ, കരിയർ ഗൈഡൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ TP സേതുമാധവൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും. വ്യക്തിത്വ വികസനം, ഓർമ്മ നിലനിർത്തൽ തുടങ്ങിയ മേഖലകളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യും. പങ്കെടുക്കുന്ന കുട്ടികൾക്കും കൂടെ വരുന്ന രക്ഷിതാക്കൾക്കും പ്രത്യേകം സെഷനുകൾ ഉണ്ടായിരിക്കും. രക്ഷിതാക്കൾക്കുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് ഡോക്ടർ TP സേതുമാധവന്റെ നേതൃത്വത്തിൽ നടക്കും. പബ്ലിക് സ്പീക്കിംഗ് ടാലന്റ് കണ്ടെത്താനും വളർത്താനുമുള്ള പരിശീലനം ഇന്റർനാഷണൽ റിസോഴ്സ് പേഴ്സൺ രാഹുൽ ഈശ്വർ നൽകും. ഈ പരിപാടിയിലൂടെ തിരഞ്ഞെടുത്ത 6 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് റോട്ടറി ജൂനിയർ ജീനിയസ് സ്വർണ്ണ മെഡലിനുള്ള മത്സരം നടക്കും. പരിപാടിയിൽ വിവിധ സെഷനുകളിലായി MD T സോമശേഖരൻ, MD VJ നായനാർ, ജില്ലാ സോൺ സെക്രട്ടറി ബാലകൃഷ്ണൻ, തേജ്രാജ് മല്ലർ എന്നിവർ സംബന്ധിക്കും. റോട്ടറി ജൂനിയർ ജീനിയസിനുള്ള സ്വർണ്ണ മെഡൽ കരിവള്ളൂർ പെരളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP തമ്പാൻ മാസ്റ്റർ സമ്മാനിക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. K കുഞ്ഞികൃഷ്ണൻ, T സുരേഷ്, EP ശശിധരൻ, KV ഭരതൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വാമിമുക്ക് കക്കിരിയാട് വിഷചികിത്സാലയം 20ാം വാർഷികാഘോഷം സമാപന ചടങ്ങും പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും മെയ് 10 P കരുണാകരൻ MP നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽപ്പെട്ട സ്വാമിമുക്കിൽ 1994 സ്ഥാപിതമായ കക്കിരിയാട് ആയുർവേദ വിഷചികിത്സാലയം ആതുര സേവനത്തിന്റെ പാതയിൽ 2 ദശാബ്ദങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇതിന്റെ 20ാം വാർഷികവും പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും വിപുലമായ പരിപാടികളോടെ നടന്നുവരുന്നു. ഏപ്രിൽ 19 വാർഷികത്തിന്റെ ഉദ്ഘാടനം C കൃഷ്ണൻ MLA നിർവഹിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ചികിത്സാ ക്യാമ്പ് ഉദ്ഘാടനം ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് നിർവഹിച്ചു. മെയ് 10 സമാപന ചടങ്ങും പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും MP P കരുണാകരൻ നിർവഹിക്കും. പഞ്ചകർമ്മ ചികിത്സയുടെ ഉദ്ഘാടനം K കുഞ്ഞിരാമൻ MLAയും മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സരളയും യോഗ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സ്ഥാപക വൈദ്യൻ ഗോവിന്ദൻ വൈദ്യരുടെ ഫോട്ടോ അനാച്ഛാദനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ EP കരുണാകരനും നിർവഹിക്കുമെന്നും ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. T വിജയൻ, P രവീന്ദ്രൻ, K രവീന്ദ്രൻ, T ഗോപാലൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ഉദിനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മെയ് 10 ഞായറാഴ്ച P കരുണാകരൻ MP നിർവഹിക്കും. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പടന്നക്കടപ്പുറം മുതൽ തെക്കേയറ്റം വരെയും മാടക്കാൽ ഇടയിലക്കാട് ദ്വീപ് സമൂഹത്തിലെയും ആയിരങ്ങൾക്ക് വിജ്ഞാനത്തിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകി രാജ്യത്തും വിദേശത്തും വിവിധ മേഖലകളിൽ സുദീർഘമായ സേവനം അനുഷ്ഠിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്ത ഉദിനൂർ കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ ശതാബ്ദിയുടെ നിറവിലെത്തി നിൽക്കുന്നു. ശതാബ്ദി ആഘോഷം 2015 ഡിസംബർ വരെ വിപുലമായി നടത്താൻ സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. മെയ് 10 സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് MP P കരുണാകരൻ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ശതാബ്ദി ആഘോഷത്തിന്റെ ലോഗോ പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്യാമള പ്രകാശനം ചെയ്യും. പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു.
മുന്നോടിയായി മെയ് 10 വൈകുന്നേരം 4 മണിക്ക് കാലിച്ചാങ്കാവ് പരിസരത്തു നിന്നും വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും അണിനിരക്കുന്ന മുത്തുക്കുടകളുടെയും പഞ്ചാരിമേളത്തിന്റെയും അകമ്പടിയോടുകൂടിയ വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയും നടക്കും. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ മാസങ്ങളിൽ വിദ്യാഭ്യാസ സെമിനാറുകൾ, സോവനീർ പ്രകാശനം, മെഡിക്കൽ ക്യാമ്പ്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, പൂർവ്വ അധ്യാപക സംഗമം, കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനം, കായിക മത്സരങ്ങൾ, സമാപന സമ്മേളനം തുടങ്ങിയവയും നടത്തപ്പെടും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ടി.V. രവീന്ദ്രൻ, കെ.വി. ഗംഗാധരൻ, കെ.വി. രാമചന്ദ്രൻ, അബ്ദുൾ റസാഖ്, സുമേഷ് പി.വി., ചന്ദ്രാഗതൻ മാസ്റ്റർ, കുഞ്ഞിക്കണ്ണൻ, ഷാജി മാസ്റ്റർ, ശ്രീമതി ടീച്ചർ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഉദിനൂർ തടിയൻകോവൽ മുണ്ടിയിൽ വിഷ്ണുമൂർത്തിയുടെ പ്രതിപുരുഷനായ ഉദിനൂരിലെ കെ.വി. കുഞ്ഞിരാമൻ ആചാരമേൽക്കും. ആചാരപ്പെടൽ ചടങ്ങ് മെയ് 10 ക്ഷേത്ര സന്നിധിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 500 വർഷത്തിലേറെ പഴക്കമുള്ള ഉദിനൂർ തടിയൻകോവൽ മുണ്ടിയിൽ 60 ആണ്ടുകൾക്ക് ശേഷമാണ് ദേവനർത്തകൻ ആചാരം കൊള്ളുന്നത്. മെയ് 10 ഞായറാഴ്ച രാവിലെ 8:30-നും 10:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഉദിനൂരിലെ കെ.വി. കുഞ്ഞിരാമൻ വിഷ്ണുമൂർത്തിയുടെ പ്രതിപുരുഷനായി ആചാരമേൽക്കും. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ മടിയൻ നായരച്ചൻ 3 പ്രാവശ്യം ആചാരപ്പേര് ചൊല്ലിയാണ് ദേവനർത്തകനായി നിയോഗിക്കുക. തടിയൻകോവൽ മുണ്ടിയിൽ വിഷ്ണുമൂർത്തി, ഭഗവതി, രക്തചാമുണ്ടി, പൂമാരതൻ എന്നീ തെയ്യക്കോലങ്ങൾക്ക് 4 ദേവനർത്തകന്മാർ ആചാരം കൊണ്ടുവന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 60 വർഷക്കാലമായി ഇവിടെ പുതിയ വെളിച്ചപ്പാടുകൾ ആചാരം കൊണ്ടിരുന്നില്ല. കഴിഞ്ഞ പൂരോത്സവ നാളുകളിൽ മുണ്ടിക്കകത്ത് വെച്ച് തന്നെ ഉദിനൂരിലെ കെ.വി. കുഞ്ഞിരാമന് 2 തവണ ദൈവദർശനം ഉണ്ടായതായി കാണുകയും തുടർന്നുള്ള പ്രശ്നചിന്തയിൽ വിഷ്ണുമൂർത്തിയുടെ പ്രതിപുരുഷനാകാനാണ് നിയോഗമെന്നും കണ്ടെത്തുകയുമായിരുന്നു. ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ആചാരമേറ്റതിനു ശേഷം സ്ഥാനികന്മാരുടെയും വാലിക്കാരുടെയും അകമ്പടിയോടെ തടിയൻകോവൽ മുണ്ടിയിൽ എത്തിച്ചേരും. തുടർന്ന് അടിയന്തരവും ആചാരമംഗലവും അന്നദാനവും നടക്കും. വാർത്താസമ്മേളനത്തിൽ തടിയൻകോവൽ മുണ്ടിയ സമുദായക്കാരായ സി. അറുമുഖൻ, വി. കൃഷ്ണൻ, ഭരണസമിതി പ്രസിഡന്റ് കെ. ശശിധരൻ, സെക്രട്ടറി വി. ഭാസ്കരൻ, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ടി. രാഘവൻ, സെക്രട്ടറി എ. ബാബുരാജ് എന്നിവർ സംബന്ധിച്ചു. പിലാത്തറ കണ്ടോന്താറിലെ കോൺഗ്രസ് എസ് പ്രവർത്തകനായിരുന്ന ടി. നാരായണൻ നിര്യാതയായി. 62 വയസ്സായിരുന്നു. വി. പി. വല്ലിയാണ് ഭാര്യ. വിപിൻ, നിതിൻ എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് സമുദായ ശ്മശാനത്തിൽ. ചെറുതാഴം പഞ്ചായത്തിലെ നിർധനരായ വൃക്കരോഗികളെ സഹായിക്കാനുള്ള പ്രചരണാർത്ഥം വൈസ്മെൻ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ ഷോ ശനിയാഴ്ച ചെറുതാഴം പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നടക്കും. അറിയിപ്പുകൾ. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ 83-ാം നമ്പർ ബൂത്തിലെ ID കാർഡ് അപേക്ഷ തിരിച്ചു നൽകുവാൻ ബാക്കിയുള്ളവരും ഇതുവരെ അപേക്ഷ ലഭിക്കാത്തവരും മെയ് 10 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 3 മണി വരെ SS ടെമ്പിൾ റോഡിലുള്ള ചാച്ച സ്കൂളിലും 11-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 3 മണി വരെ മാവിച്ചേരി കണ്ണൻ നായർ സ്മാരക വായനശാലയിലും വെച്ച് ക്യാമ്പ് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 806858531000 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജൈവ കൃഷിയും വിഷമില്ലാത്ത ഭക്ഷണവും പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി നല്ല ഭൂമി ഭക്ഷ്യാരോഗ്യ സ്വരാജ്യ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പ്രതിമാസ ജൈവ കാർഷികോൽപ്പന്ന ചന്തയും ജൈവ കർഷക സംഗമവും മെയ് 9 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. ജൈവ കൃഷിയിലൂടെ വിളയിച്ച വിഷമില്ലാത്ത കാർഷികോൽപ്പന്നങ്ങൾ കർഷകർ നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കും. വിശദ വിവരങ്ങൾക്ക് 9846220884 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1991 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ യോഗം മെയ് 10 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 സ്കൂൾ അങ്കണത്തിൽ ചേരും. വിശദ വിവരങ്ങൾക്ക് 9495161162 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ 68, 69, 70 ബൂത്തുകളിലെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് പുതുക്കുന്നതിനുള്ള അപേക്ഷ തിരിച്ചേൽപ്പിക്കുവാൻ ബാക്കിയുള്ളവരും അപേക്ഷ ഫോറം ലഭിക്കാത്തവരും മെയ് 10 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ അന്നൂർ സഞ്ജീൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ എത്തിച്ചേരണമെന്ന് BLOമാർ അറിയിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് 9497761403 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന കുട്ടികൾക്കായുള്ള വേനലവധി ക്യാമ്പ് മെയ് 16, 17 തീയതികളിൽ ഗ്രന്ഥാലയത്തിൽ നടക്കും. UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ മെയ് 13 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യുക. വിശദ വിവരങ്ങൾക്ക് 9495262856 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പെരുമ്പ മുസ്ലിം ജമാഅത്ത് റിലീഫ് കമ്മിറ്റിയും കണ്ണൂർ അൽസലാമ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും മെയ് 9 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 2 മണി വരെ പെരുമ്പ ലത്തീഫിയ സ്കൂളിൽ നടക്കും. പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് 9847023378 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചക്ക വിഭവങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന വൈവിധ്യവുമായി ഏഴിലോട് ചക്ക മഹോത്സവം ആരംഭിച്ചു. കൃഷിമന്ത്രി KP മോഹനൻ മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. നാടൻ വിഭവങ്ങളുടെ നന്മയും ഗുണവും മലയാളികൾ ഇപ്പോൾ ഗൌരവപൂർവ്വം തിരിച്ചറിഞ്ഞുവെന്ന് മന്ത്രി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിച്ച് കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ തടയണയുടെയും പാലത്തിന്റെയും നിർമ്മാണ പുരോഗതി ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് വിലയിരുത്തി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പശ്ചാത്തലത്തിൽ താവം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സാ സൗകര്യം നിർത്തലാക്കി. നൂറുകണക്കിന് സാധാരണക്കാർ ഇതോടെ കടുത്ത ദുരിതത്തിൽ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാങ്കോൽ ഈസ്റ്റ് കൺവെൻഷൻ വലിയചാൽ LP സ്കൂളിൽ നടന്നു. കോൽക്കളിയെ ആത്മാവിന്റെ താളവും തപസ്യയുമാക്കിയ പ്രഭാകരൻ ഗുരുക്കൾ വീണ്ടും കളിയരങ്ങിൽ സജീവമാകുന്നു. ആരോഗ്യമുള്ള ജീവിതത്തിന് ആരോഗ്യമുള്ള മണ്ണ് എന്ന തിരിച്ചറിവുമായി ലോകം അന്താരാഷ്ട്ര മണ്ണ് വർഷാചരണത്തിൽ. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.